എവരിവൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അഴുമാ മിസ്സാണ്. അപ്പൊ കുറച്ച് ദിവസമായില്ലേ നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ വെക്കേഷൻ അടിച്ചു പൊളിക്കുകയായിരിക്കും. അപ്പൊ അടിപൊളിയായിട്ട് ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വിഷു കഴിഞ്ഞിട്ടുണ്ട്, പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയും ഒക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ ഈ 2 മാസം കഴിയുമ്പോഴല്ലേ നമ്മൾ ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അല്ലെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കുറേ നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് സ്കൂളിലേക്ക് എത്തി പാഠഭാഗങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അല്ലെ ഭയങ്കരമായിട്ടുള്ള ഒരു ടച്ച് വിട്ടുപോയതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മാസക്കാലം നമ്മൾ പിന്നെ ബുക്കേ തുറന്നു നോക്കുന്നില്ലല്ലോ. പലപ്പോഴും അതായിരിക്കും എല്ലാ ആളുകളുടെയും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് മിസ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ മിസ് ഞങ്ങളിപ്പോ പഠിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി നിർബന്ധിക്കുകയാണെന്ന് അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ കാര്യങ്ങള്. നിങ്ങൾ പഠിക്കുന്ന മക്കളാണ്. നിങ്ങൾ ഇനി ഇതാ 6ാം ക്ലാസ്സിലേക്ക് പോകുന്ന കൂട്ടുകാരാണ്. അപ്പൊ 5ാം ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും 6ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഈ വെക്കേഷൻ തന്നെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോറടിക്കത്തില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറുണ്ട് അല്ലെ. ഈ 24 മണിക്കൂറിൽ 1 മണിക്കൂർ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെലവാക്കിയാൽ മതി. അത് നിങ്ങളോട് ഇപ്പോഴേ പാഠപുസ്തകങ്ങൾ വായിക്കാനല്ല പറയുന്നത്. പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് കുറച്ച് മാർക്ക് വാങ്ങുക, ഇതിനുള്ളതിനേക്കാളും നമുക്ക് പൊതുവായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര കൂട്ടുകാർ പത്രം വായിക്കുന്ന ശീലമുള്ള ആളുകളുണ്ട്? മിസ് നിങ്ങളോട് പണ്ടേ പറയാറുണ്ട് അല്ലെ, പത്രം വായിക്കുന്നത് ഒരു ശീലമാക്കണമെന്ന്. അപ്പോൾ പത്രം വായിക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വെക്കേഷൻ സമയം മുതൽ അല്ലെ ചെറുതായിട്ടൊന്ന് പത്രമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്താം. ഈ പത്രം വായിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും അല്ലെ എന്തെങ്കിലും ഒരു നിയമനം നടക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള അല്ലെ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഒരു എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി പോകുമ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾ 7ാം ക്ലാസ്സിൽ എത്തത്തില്ലേ. അപ്പൊ 7ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനത്തെ ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ എക്സാംസുകൾ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ USS എക്സാം പോലത്തെ എക്സാമുകൾ എഴുതാൻ വേണ്ടി തുടങ്ങും. അതേപോലെ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾ കുറച്ചുകൂടെ വലുതായിട്ട് ഒരു ജോലിക്കൊക്കെ പോകുമ്പോൾ ജനറൽ നോളജിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ചെറുപ്പം മുതലേ ഇതൊരു ശീലമാക്കി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ എന്തായിരിക്കും, മെച്ചമുള്ള ഒരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അല്ലെ ഒരുപാട് കഴിവുകളുള്ള മക്കളാണ്. നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടാവും, നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഒരുപാട് തരത്തിലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പൊ പഠിത്തത്തിനിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനുള്ള സമയവും കൂടെ കണ്ടെത്തണം. അപ്പൊ അതിന് ഏറ്റവും നല്ല സമയമാണ് നമ്മുടെ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പുതുതായിട്ട് ഏതെങ്കിലും ഒരു സ്കില്ലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സമയം അതിനെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താം. പിന്നെ എപ്പോഴും നിങ്ങൾ റൂമിനകത്ത് നിന്ന് കളിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ റൂമിനകത്താണ് നിങ്ങളുടെ ഫുൾ ടൈം എങ്കിൽ ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തൽ പഠിക്കാം, സ്കേറ്റിംഗ് പഠിക്കണമെങ്കിൽ സ്കേറ്റിംഗ് പഠിക്കാം, സൈക്ലിംഗ് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ആക്ടിവിറ്റി ആണോ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെ. ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ട്രിപ്പ് പോവാം. പിന്നെ കുറേ മക്കൾ ഇതിൽ ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടാവും അല്ലെ. അപ്പോൾ അത്തരത്തിലെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ക്രാഫ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ ധാരാളം ഉണ്ടാവും അല്ലെ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, കളർ അടിക്കാം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെയാണ് ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഗെയിംസ്, മൊബൈല്, അതേപോലെ തന്നെ TV, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മാത്രമായിരിക്കും പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊന്നും അല്ലാത്ത കുറേ ഹാബിറ്റ്സ് പുറത്തുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിലും കൂടെ പങ്കാളികളാവുക. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക. ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ലൈബ്രറിയിലും കൂടെ ഒന്ന് പോയിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുക, നന്നായിട്ട് വായിക്കാൻ തുടങ്ങുക അല്ലേ. അപ്പോൾ സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിക്കുക. പഠിത്തവും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം അല്ലെ. നിങ്ങൾ ഫുൾ ടൈം കളി എന്നുള്ളതിലേക്ക് മാത്രം പോയി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് എന്ത് ചെയ്യുക, 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെയുള്ള നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അവർ ഇതേപോലെ ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ പ്ലേ പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിലും കൂടെ നിങ്ങളുടെ വെക്കേഷനെ ഒന്ന് ക്രമീകരിച്ച് നോക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, കാര്യങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കും. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.